ദൈവത്തിന്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവവും അവന്റെ ശക്തിയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് 2 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആമോസിന്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശൂർ രാജാവായ സെൻഹരീബിൻ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. ഇവിടെ 2 ഹിസ്കിയ രാജാവിനെ കുറിച്ചും യെശയ്യാവിനെ കുറിച്ചും സെൻഹരീബ്, ഇങ്ങനെ 3 വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഹിസ്കിയ രാജാവ് ആരാണ്, യെശയ്യാവ് ആരാണ്, ഈ സെൻഹരീബ് ആരാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചും അവന്റെ ശക്തിയെക്കുറിച്ചും മനസ്സിലാക്കാം. ഹിസ്കിയ രാജാവ് എന്ന് പറയുന്നത് 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഹിസ്കിയ രാജാവ് ആഹാസിന്റെ മകനാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഹിസ്കിയ രാജാവ് യഹൂദയുടെ രാജാവായിരുന്നു, യഹൂദ ദേശത്തിന്റെ രാജാവായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമുക്ക് അപ്രകാരം കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ വായിച്ചത് ആമോസിന്റെ മകനായ യെശയ്യാവ് രാജകുടുംബത്തിലെ ഒരംഗമാണ്, ഒരു വലിയ പ്രവാചകനാണ്. യഹൂദ രാജ്യത്തിന്റെ ഒരു വലിയ പ്രവാചകനായിട്ടാണ് യെശയ്യാവിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യെശയ്യാ പ്രവാചകൻ വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് യെശയ്യാ പ്രവാചകനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വലിയ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അവൻ വലിയ ഒരു പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളിൽ വലിയ പുസ്തകത്തിലെ 66 അധ്യായമുള്ള ഒരു പുസ്തകത്തിന്റെ ഭാഗമായിട്ടാകുന്നു യെശയ്യാ പ്രവചനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് വലിയ പ്രവാചകൻ എന്ന് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും വലിയവരും ചെറിയവരൊന്നുമില്ല, പക്ഷെ പുസ്തകത്തിന്റെ വലുപ്പം അനുസരിച്ചാണ് വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരായിട്ടും കണക്കാക്കപ്പെടുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകൻ ഈ ആഹാസ് സ്വർഗത്തിലെ ദൈവത്തോട് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചത് കേട്ട് അവനെ കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഹിസ്കിയാവിന്റെ പ്രാർത്ഥന എത്തി എന്ന് ഇവിടെ അറിയിക്കുകയാണ്. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചത് അശൂർ രാജാവായ സെൻഹരീബ് നിമിത്തം അവൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചാകുന്നു അവിടെ അവൻ ഭാരപ്പെടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. നോക്കണം, ഒരു രാജ്യത്തിന്റെ രാജാവാകുന്നു, ആ രാജ്യത്തിനെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. ഈ ചുമതലകളെല്ലാം താൻ വളരെ ഭാരത്തോടെ കഴിക്കുന്ന ദിവസങ്ങളാകുന്നു. ആ സമയത്താണ് ഇവിടെ ഹിസ്കിയ രാജാവിനോട് സെൻഹരീബ്, അശൂർ രാജാവായ സെൻഹരീബ് യുദ്ധത്തിന് വരുന്നത്. തനിക്ക് നമുക്കറിയാം വളരെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ചുമതലയാകുന്നു രാജഭരണം എന്ന് പറയുന്നത്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ ഈ രാജ്യത്തോട് യുദ്ധത്തിന് വരുന്ന സെൻഹരീബിനെ നേരിടാൻ അവൻ ആദ്യം ദൈവസന്നിധിയിൽ അവൻ കരയുകയാണ്, അവിടെ മുട്ടുകുത്തുകയാണ്. കാരണം ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പ്രതിനിധിയാകുന്നു ഹിസ്കിയ രാജാവ്. അവൻ ദൈവത്തെ പിൻപറ്റി ജീവിക്കുന്നവനാകുന്നു. മറ്റു രാജാക്കന്മാരെ പോലെയല്ല. മറ്റുള്ളവര് പല അന്യദൈവങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുകയും അതിന് ധൂപം കാട്ടുകയും ചെയ്ത വ്യക്തികളാകുന്നു. പക്ഷേ ഹിസ്കിയാവ് അങ്ങനെയുള്ള വ്യക്തിയല്ല. ഹിസ്കിയാവ് വളരെ ദൈവഭക്തനും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നു ഹിസ്കിയാവ്. ഈ ഹിസ്കിയാവ് തനിക്ക് നേരിട്ട ഈ വിഷയത്തിൽ അവൻ മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് സ്വർഗത്തിലെ ദൈവം
കേട്ടു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അറിയിക്കുന്ന വിഷയമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ആമോസിന്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശൂർ രാജാവായ സെൻഹേരീബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. നോക്കണം, അവന് ഹിസ്കിയാവ് ആലയത്തിൽ ചെന്ന് ജീവനുള്ള ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. അവിടെ ജീവനുള്ള ദൈവത്തെ നിന്ദിക്കാൻ വേണ്ടി കടന്നു വരുന്ന ചുറ്റുമുള്ള രാജ്യങ്ങൾ, ദൈവത്തെ ഭയപ്പെടാതെ ജീവിക്കുന്ന, ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന കുറെ രാജാക്കന്മാരുടെ പ്രതികൂലത്തിന്റെ നടുവിൽ അവൻ മുട്ടുകുത്തുകയാണ്. ദൈവമുള്ളവരെ പറയട്ടെ, പ്രതികൂലങ്ങൾ എത്ര വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമുക്കെതിരെ വാടകോരിയാലും അതിന്റെ മധ്യേ മുട്ടുകുത്തുന്നെങ്കിൽ ദൈവം അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യാൻ ഇടയായിരിക്കും. എത്ര വലിയ രാജ്യങ്ങൾ എത്ര വലിയ രാജാക്കന്മാർ എഴുന്നേൽക്കോട്ടെ, നാം ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നത് ശരിയാവണ്ണം ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവനാണ് പ്രാർത്ഥന കേൾക്കുന്നത്, അവനാണ് സകലത്തെയും നിർമ്മിച്ചത്, അവനാണ് സകലത്തിന്റെയും ഉടമ. അവൻ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നു, സകല രാജാക്കന്മാരെയും ഭരിക്കുന്നു. അവനാണ് സർവശക്തനായ ദൈവമായ യഹോവ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പിതാവായ ദൈവം അവിടെ വളരെ തീഷ്ണതയുള്ള ഒരു ദൈവമായിട്ട് നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ ശക്തിയെ മനസ്സിലാക്കുന്ന ഈ ഹിസ്കിയാവ് മുട്ടുകുത്തുകയാണ്. അവനിതറിയാം, ദൈവത്തെ സന്നിധിയിൽ മുട്ടുകുത്തിയാൽ അവന് ദൈവ പ്രതിരോധവും അതിന്റെ മറുപടി ദൈവം അയക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. നാം സേവിച്ചു നിൽക്കുന്ന ദൈവം വലിയവനാകും. അവൻ ആരാകുന്നു എന്ന് മനസ്സിലാക്കി അവന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നെങ്കിൽ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി അയക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നോക്കണം, ഇവിടെ പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ 20 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം. പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കുകയും അരുത്. നിങ്ങൾ മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും, എന്റെ കോപവും ജ്വലിക്കും. ഹല്ലേലൂയ. നോക്കണം, ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും. ഹല്ലേലൂയ. ഇത്ര ഭയങ്കരനായ ഒരു ദൈവത്തെയാണ് ഹല്ലേലൂയ ഇസ്രായേൽ ജനം, ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കൾ, യഹൂദ ജനം ഹല്ലേലൂയ വിളിക്കുന്ന ദൈവം. ആമേൻ. അവൻ പീഡ അനുഭവിച്ച ഒരു ജനമാകുന്നു ഇസ്രായേൽ ജനം. നമുക്ക് ചരിത്രം അറിയാം. മിസ്രയീമിലായിരുന്നു, ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു. ഫറവോന്റെ അടിമത്തത്തിൽ പീഡ അനുഭവിച്ചുകൊണ്ടിരുന്ന ജനത്തെ ദൈവം വിടുവിച്ച് ഹല്ലേലൂയ കനാൻ ദേശത്ത് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവർക്ക് ദേശത്തെ അവകാശമായി കൊടുത്തു. ചുറ്റുമുള്ള രാജ്യങ്ങൾ, അവിടുത്തെ ജാതികളായിട്ടുള്ള സകല രാജ്യത്തെ നീക്കിക്കളഞ്ഞ് അവരുടെ ഇടയിൽ അവർക്ക് ദേശം അവർക്ക് കൊടുത്തു ദൈവം. അങ്ങനെ ആ ദേശത്ത് പാർക്കുമ്പോൾ ഇവർക്ക് എന്നും യുദ്ധമാണ്. ചുറ്റുമുള്ള രാജ്യങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നു. ഇതാണ് അവരുടെ വിഷയം. ദൈവത്തെ നിന്ദിക്കുക. ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഈ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ 10-ാം അധ്യായം മുഴുവനും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഹല്ലേലൂയ
നമുക്ക് ദൈവത്തിന്റെ പ്രതികാരത്തെക്കുറിച്ചും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനും അവൻ അത്ഭുതം ചെയ്യുന്നവനും നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രതികാരം ചെയ്യുന്നവനായ ഒരു ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. ഹല്ലേലൂയ. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ജനത്തെ പീഡിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നാം യുദ്ധം ചെയ്യണ്ട, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നാം ഒറ്റയ്ക്ക് നിന്നാൽ മതി, നമുക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും, പ്രവർത്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. നോക്കണം, 20 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ പ്രതികാരം എങ്ങനെ ഈ അശൂർ രാജ്യത്തിനും അശൂർ രാജാവായ സെൻഹരീബിനും ഉണ്ടായതിനെ കുറിച്ചാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ കോപം 1,85,000 പേരെയാണ് ദൂതനിറങ്ങി കൊന്നുകളഞ്ഞത്. ദൈവത്തെ നിന്ദിച്ചാൽ ദൈവം പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. ഒരു മനുഷ്യനും നമ്മുടെ നേരെ, ദൈവത്തെ വിളിക്കുന്നവന് നേരെ നിന്നാൽ അവനെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ലെന്ന് നമ്മളോട് കാണാം. അശൂർ രാജാവ് സെൻഹരീബിനെ തന്റെ 2 പുത്രന്മാരുണ്ടായിരുന്നു. ആ പുത്രന്മാര് അവനെ കൊന്നുകളഞ്ഞതായിട്ട് അവിടെ വായിക്കും. ദൈവം എത്ര ഭയങ്കരനാകുന്നു. ഹല്ലേലൂയ. നോക്കണം, ഇപ്പോൾ നാം ജീവിക്കുന്നത് കൃപായുഗത്തിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ യേശു നമുക്ക് കൽപ്പനകൾ തന്നിട്ടുണ്ട്. അത് പ്രമാണിക്കുമ്പോൾ ദൈവകോപത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോവുകയാണ്. യേശുവാണ് നമ്മുടെ രക്ഷകനായിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്നും ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയും. പക്ഷേ ദൈവം കരുണ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പല കാര്യങ്ങളിലും പലരോടും ദൈവത്തിന്, പല ദൈവങ്ങൾക്കെതിരെ എഴുന്നേൽക്കുന്നതുകൊണ്ട് പലരോടും ദൈവത്തിന് കരുണ തോന്നിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഒരു സമയം വരെ കഴിയുമ്പോൾ അവരെ ദൈവം നശിപ്പിക്കുന്നതായിട്ടും നമുക്ക് ദൈവം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ. ദൈവമക്കൾക്കെതിരെ ആരെഴുന്നേറ്റാലും അവരെ ദൈവം വെറുതെ വിടുകയില്ല. അവൻ അത്ര തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവത്തിന്റെ മക്കളെ അവൻ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. അവന് വേണ്ടി പ്രതികാരം ചെയ്യുന്നവനായ ഒരു ദൈവമാകും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവൻ കരുണയുള്ള ദൈവമാണ്, അപ്പോൾ തന്നെ അവൻ പ്രതികാരകൻ കൂടിയാണ്. ഇത് നാം മനസ്സിലാക്കാതെ പോകും. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ നിൽക്കുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാത്ത വ്യക്തി, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവം നിങ്ങളുടെ കൂടെ നിന്ന് ദൈവം നിങ്ങളുടെ കാര്യങ്ങളിൽ അത്ഭുതം ചെയ്യാനായിട്ട്, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കണ്ട് നമുക്ക് സന്തോഷിക്കാൻ ഇടയായിത്തീരും. നമ്മുടെ പ്രാർത്ഥന മനസ്താപത്തോടു കൂടിയുള്ള പ്രാർത്ഥന, ഹൃദയം കീറിയുള്ള പ്രാർത്ഥന, ഹൃദയം തകർന്നുള്ള പ്രാർത്ഥനയെ ദൈവം നിരസിക്കുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സങ്കീർത്തനം 20-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ നഗരത്തിൽ നിന്ന്, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കൈയുടെ രക്ഷാകരമായ വീരപ്രവർത്തികളാൽ അവന് ഉത്തരമരുളും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷക്തനെ ദൈവം രക്ഷിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ പറയട്ടെ, നാം ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ, ജീവനുള്ള ദൈവത്തോട് നാം പ്രാർത്ഥിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അവനെ രക്ഷിക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ഈ വചനത്തിലൂടെ കാണുന്നത്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ ഇന്നു മുതൽ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് അവർ കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് നീ സമീപസ്ഥനാകുന്നല്ലോ. മനസ്സ് തകർന്നവരെ നീ രക്ഷിക്കുന്ന ദൈവമാണല്ലോ. കർത്താവെ, നീ പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലം കൈ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ അഭിഷേകത്തിന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം ഇന്ന് പകല് ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് കർത്താവ് വിഷയത്തിന് മേൽ കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ കരം അയക്കണമേ, വിടുതലിന്റെ കരം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.